നമസ്കാരം. പണത്തിന് അത്യാവശ്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും 5 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാനുള്ള ഒരു അടിപൊളി മാർഗവുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഓൺലൈൻ ജോലികളെ കുറിച്ചും ബിസിനസ്സുകളെ കുറിച്ചും ലോണുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എനിവേ, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനം, നമ്മുടെ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലുള്ള ഒരു സ്ഥാപനം, നമ്മൾ കേരളക്കാരെല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സ്ഥാപനം. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് എടുക്കാൻ പറ്റും. 3 തരത്തിലാണ് നമുക്ക് ഫണ്ടുകൾ കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. ഗൂഗിളിൽ പോയിട്ട് കേരള ബാങ്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മിസ്റ്റർ ഗോപി കൊട്ടമുറിക്കൽ പ്രസിഡന്റ് ആയിട്ടുള്ള കേരള സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള ഒരു ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. കേരള ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ സെക്ഷൻ. കേരള ബാങ്കിന് വിശ്വാസം ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്താ, കേരള ബാങ്ക് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിന്റെ ഓണർഷിപ്പിലുള്ള ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എല്ലാ RBI ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാങ്കാണ്. കുറേ സ്ഥാപനങ്ങളുണ്ട്, നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് പേഴ്സണൽ ലോൺ ഒപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പേഴ്സണൽ ലോൺ സെക്ഷനിൽ എത്തിയിട്ട് ലോൺസ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 3 പേഴ്സണൽ ലോണുകൾ ഇവർക്കുണ്ട്. അതിനെ പേഴ്സണൽ ലോൺ A, പേഴ്സണൽ ലോൺ B, പേഴ്സണൽ ലോൺ C എന്നറിയപ്പെടും. പേഴ്സണൽ ലോൺ A എന്ന് പറഞ്ഞാൽ സ്കീം ഫോർ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമുള്ള സ്കീമാണ്. അതിൽ അവർക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടും. 5 ലക്ഷം രൂപ വരെ എംപ്ലോയീസ് സ്റ്റാൻഡിങ് ആസ് എ ഗ്യാരണ്ടർ വെച്ച് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം 10 ലക്ഷം രൂപ വരെ കിട്ടും. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കണം. ഒരു ഗവൺമെന്റ് എംപ്ലോയിനെ ഗ്യാരണ്ടർ ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം വരെ കിട്ടും. നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി തന്നെയാണ്, നിങ്ങൾക്ക് തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ വരെ കിട്ടും. ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളൊരു സാധാരണ ഇൻഡിവിജ്വൽ, ജോലിയൊന്നുമില്ല, പക്ഷെ ഒരു ഗവൺമെന്റ് എംപ്ലോയിനെ ഗ്യാരണ്ടറായി വെച്ച 5 ലക്ഷം വരെ കിട്ടും. അതിനപ്പുറത്ത് നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. 10 വർഷമാണ് ഇതിന് കാലാവധി. അതായത് 120 മാസം വരെ. 21 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കണം. മിനിമം 21 വയസ്സ് വേണം. അത് ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്ന സ്റ്റേറ്റ്, പബ്ലിക് സെക്ടറിൽ ഏത് കമ്പനിയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ആൾക്കാർക്കും. പ്രൊഫഷണൽസ്, ഫാമേഴ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സ് എലിജിബിൾ ഫോർ ദിസ് ലോൺ ഓൺ ഗ്യാരണ്ടി ഓഫ് ബൈ ദ ഗവൺമെന്റ് എംപ്ലോയീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും കിട്ടും. ഫാമേഴ്സിന് കിട്ടും, കൃഷിപ്പണിക്കാർക്ക് കിട്ടും, ചെറിയ പ്രൊഫഷണൽസിന് കിട്ടും, എല്ലാവർക്കും കിട്ടും. അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്കീമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സാധാരണ മറ്റുള്ള ബാങ്കുകളിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നില്ല. കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം ബിയിലേക്ക് പോകണം. ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും 5 ലക്ഷം രൂപയാണ് മാക്സിമം. 5 ലക്ഷം കിട്ടുള്ളൂ, 10 ലക്ഷം കിട്ടില്ല. ഇത് 60 മാസം കൊണ്ട് തിരിച്ചടക്കണം. 21 വയസ്സ് വരെയുള്ള ആർക്കും കിട്ടും. അതിന് മുകളിലുള്ളവർ റിട്ടയർമെന്റ് ആവുന്ന ആൾക്കാരാണെങ്കിൽ അതിന് 1 വർഷം മുമ്പേ ലോണൊക്കെ അടച്ച് തീരുന്ന ഒരു റേഞ്ചിൽ ആയിരിക്കണം ഇതിൻ്റെ സെറ്റപ്പ്. സ്കീം ബിയിൽ ടൈപ്പ് ബേസ് ചെയ്തിട്ടുണ്ട്, സ്കീം ബി നോൺ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ സ്ഥാപനം, നമുക്ക് ജോലി തരുന്ന ഇവർ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രകാരം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സാലറീഡ് ആണെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയുമായിട്ടുള്ള ടൈപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ടൈപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 6 മാസത്തെ ബാങ്കിൻ്റെ നമ്മൾ സാലറി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണം. അതുപോലെ നമ്മുടെ സിബിൽ സ്കോർ മിനിമം 800 ആയിരിക്കണം. പിന്നെ കുറച്ച് നോംസ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് ലോൺ ഒപ്പിച്ച് തരും, അതിലൊരു പ്രശ്നമില്ല. കേരള ബാങ്ക് അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ അവിടെ എത്തിയിട്ട് അവരോട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ചോദിക്കുമ്പോൾ ആ ലെവലിൽ അവർ സെറ്റപ്പ് ഒക്കെ ചെയ്തു തരും. ടൈപ്പ് ഇല്ലാതെയും കിട്ടും. അത് സ്കീമിന്റെ B1, B2 എന്ന് പറഞ്ഞ 2 തരത്തിലുണ്ട്. ഇത് B സ്കീമാണ്. ഒരു സ്കീം ഗവൺമെന്റ് എംപ്ലോയീസിനുള്ളതുണ്ട്, രണ്ടാമത്തെ സ്കീം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഗ്യാരണ്ടർ ആയിട്ട് വെച്ചിട്ടുണ്ട്, മൂന്നാമത്തെ സ്കീം നമ്മൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീനെ ടൈപ്പ് ആക്കിയിട്ടുള്ളതുണ്ട്, നാലാമത്തത് നമ്മൾ കമ്പനി ഒന്നും ടൈപ്പ് ഇല്ല, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ളതുണ്ട്. ഇനിയും ലോൺ തീർന്നില്ല. ഇപ്പം നമ്മൾ ഇത്ര ലോണേ പറഞ്ഞുള്ളൂ, ഇനി അടുത്തൊരു പേഴ്സണൽ ലോൺ ഉണ്ട്. ആ പേഴ്സണൽ ലോൺ KB പേഴ്സണൽ ലോൺ സ്കീം സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അധികം എഴുത്തും കുത്തൊന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. 5 ലക്ഷം രൂപ വരെ കിട്ടും. 5 ലക്ഷം രൂപ വരെ കിട്ടും. 60 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൊളാട്രൽ വേണം, നിങ്ങൾക്ക് സ്വത്ത് ഉപയോഗങ്ങൾ വേണം. അവിടെ എഴുതിയിട്ടുണ്ട് 5 lakh സബ്ജക്ട് ടു റീപേയിങ് ദ കപ്പാസിറ്റി ആൻഡ് വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വേണം, അതായത് സ്ഥലമൊക്കെ വേണം. അപ്പോൾ സ്ഥലവും വെക്കണം, ഒപ്പം തന്നെ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടാവണം. ഈ പൈസ EMI മാസം അടക്കാനുള്ള EMI കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതൊക്കെ ബാക്കി അതിന് ഡോക്യുമെന്റേഷനും ഇതിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരും. അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനാണ്. അവരുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഈ കേരള ബാങ്ക് ഒക്കെ അത്യാവശ്യം, പിന്നെ നമ്മുടെ അവിടെയുള്ള തൊട്ടടുത്തുള്ള സമൂഹത്തിലുള്ള അത്യാവശ്യം നമുക്ക് ബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അവരുടെയൊക്കെ നോമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ബാങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ 5-6 സ്കീമുകളിൽ ഏത് സ്കീമാണ് നിങ്ങൾക്ക് ഉചിതം എന്ന് നമ്മൾ നോക്കുക. പോയി ചോദിക്കുക, എനിക്ക് 5 ലക്ഷം രൂപ ലോൺ വേണം, എന്തൊക്കെ സ്കീമുകൾ അവൈലബിൾ ആണ്, ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലോൺ സ്കീം നിങ്ങൾക്ക് വെച്ചുതരും. അതിന് ഡോക്യുമെന്റ്
ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്ത് ഉടനടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പണവും കൊണ്ടുപോകാം. നമ്മുടെ കേരള സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള സാധനമാണ്, തട്ടിപ്പ് ഫ്രോഡ് എന്നൊന്നും പറഞ്ഞ് ആരും വിശ്വസിക്കേണ്ട. അപ്രൂവ്ഡ് ആണ്, ഗവൺമെന്റ് ആണ് ഓണർ. ഓക്കെ, അങ്ങനെയുള്ള കമന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലോൺ എടുക്കട്ടെ, കേരള ഗവൺമെന്റിൽ നിന്ന് ലോൺ എടുക്കട്ടെ, എല്ലാവരും ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.